നമസ്കാരം. ജീവൻ്റെ വചനം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന ഏറ്റവും മഹത്തായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണല്ലോ യോസഫ്. അവൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന 8 പ്രധാന സ്വഭാവ ഗുണങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. യോസഫിൻ്റെ ജനനം ഉൽപ്പത്തി 30:22 തൊട്ട് 24 വരെ. യോസഫിൻ്റെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ വലിയൊരു കരുതലിൻ്റെ ഫലമായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ റാഹേലിന് ലഭിച്ച മകനാണ് യോസഫ്. ബൈബിൾ പറയുന്നു, ദൈവം റാഹേലിനെ ഓർത്തു, ദൈവം റാഹേലിൻ്റെ അപേക്ഷ കേട്ടു, ദൈവം റാഹേലിൻ്റെ ഗർഭത്തെ തുറന്നു. യോസഫിൻ്റെ 8 സ്വഭാവ ഗുണങ്ങൾ. യോസഫിനെ മാതൃകയാക്കാൻ സഹായിക്കുന്ന ആ 8 ഗുണങ്ങൾ ഇവയാണ്. 1. തുറന്നു പറയുന്നവൻ. ഉൽപ്പത്തി 37:2. താൻ കണ്ട കാര്യങ്ങളും തൻ്റെ സഹോദരന്മാരുടെ ദുഷ്പ്രവൃത്തികളും പിതാവിനോട് മറച്ചുവെക്കാതെ സത്യസന്ധമായി പറയാൻ യോസഫ് തയ്യാറായി. 2. സ്വപ്നമുള്ളവൻ. ഉൽപ്പത്തി 37:8-9. ദൈവം നൽകിയ ദർശനങ്ങൾ മുറുകെ പിടിച്ചവനായിരുന്നു യോസഫ്. പ്രതികൂല സാഹചര്യങ്ങളിലും ആ സ്വപ്നങ്ങളാണ് അവനെ നയിച്ചത്. 3. അപ്പനെ അനുസരിച്ചവൻ. ഉൽപ്പത്തി 37:13. പിതാവായ യാക്കോബ് പറഞ്ഞപ്പോൾ ഒട്ടും മടിക്കാതെ തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചു പോകാൻ അവൻ തയ്യാറായി. അനുസരണമായിരുന്നു അവൻ്റെ മുഖമുദ്ര. 4. ഉത്തരവാദിത്വ ബോധമുള്ളവൻ. ഉൽപ്പത്തി 37:15-17. സഹോദരന്മാരെ ആദ്യം കണ്ടില്ലെങ്കിലും അവരെ കണ്ടെത്തുന്നവരെ അവൻ പിന്തിരിഞ്ഞില്ല. ഏൽപ്പിച്ച ജോലി കൃത്യമായി തീർക്കാൻ അവന് ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നു. 5. യഹോവ കൂടെ ഉണ്ടായിരുന്നവൻ. ഉൽപ്പത്തി 39:2. ദാസനായി വിൽക്കപ്പെട്ടപ്പോഴും കാരാഗൃഹത്തിൽ കിടന്നപ്പോഴും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യവും ഇതായിരുന്നു. 6. വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ. ഉൽപ്പത്തി 39:9. പാപം ചെയ്യാൻ അവസരം ലഭിച്ചപ്പോഴും ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിച്ചവനാണ് യോസഫ്. 7. ദൈവാത്മാവുള്ളവൻ. ഉൽപ്പത്തി 41:38. ഫറവോൻ പോലും യോസഫിനെ കുറിച്ച് പറഞ്ഞത് ഇവനെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ നമുക്ക് എവിടെ കിട്ടും എന്നാണ്. 8. ക്ഷമിക്കുന്നവൻ, പ്രതികാരം ചെയ്യാത്തവൻ. ഉൽപ്പത്തി 45:5. തന്നെ ദ്രോഹിച്ച സഹോദരന്മാരോട് പകവയ്ക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുവാനും അവരെ ചേർത്ത് നിൽപ്പാനും യോസഫിന് കഴിഞ്ഞു. യോസഫിൻ്റെ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തിയാൽ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ നമുക്കും സാധിക്കും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വചനചിന്തകൾക്കായി ജീവൻ്റെ വചനം സബ്സ്ക്രൈബ് ചെയ്യുക.